ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഉമ്മർ, ടോസ്കാന മാർബിൾസ്, മലപ്പുറം. ഞാനിപ്പോൾ ഉള്ളത് കാളികാവിനടുത്തുള്ള തുവ്വൂർ ഐലാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജസ്റ്റ് ഈ വീട്ടിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ GT കാറ്റഗറിയിൽപ്പെട്ട GT പെൻസിലിൻ മാർബിളാണ് ഇറക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വർക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ മാർബിളിൻ്റെ ജോയിൻറ്റ് ഫില്ല് ചെയ്യണ പുതിയതല്ല, കുറച്ചായിട്ട് ഇറങ്ങിയ സാധനമാണ്. അതായത് MMCയുടെ മസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അതായത് ജെല്ല് കളറായിരിക്കും ഇത് ഉണ്ടാവുക. അപ്പോൾ ഏത് മാർബിൾക്കും ഇത് നമുക്ക് സൂട്ടാക്കാൻ പറ്റും. ഏത് കളർ മാർബിളാണെങ്കിലും അതിൻ്റെ പിഗ്മെൻറ്റ് ചേർത്തിട്ട് നമുക്ക് സൂട്ടാക്കാൻ പറ്റും. നല്ല ഫ്രഷ് ജോയിൻറ്റ്, നല്ല ഫിനിഷിങ് കിട്ടുന്ന ഒരു മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ ഇവിടെ GT മാർബിൾ ആയതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പിഗ്മെൻറ്റ് ലേശം മിക്സ് ആക്കിയിട്ടാണ് ഇത് കളർ സെറ്റാക്കുന്നത്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിഗ്മെൻറ്റ് ചേർക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഏറ്റവും വളരെ ലളിതമായി കുറഞ്ഞ രീതിയിലാണ് പിഗ്മെൻറ്റ് ചേർക്കാൻ പറ്റുള്ളൂ. ആ മാർബിൾ ഏതാണോ കളറ്, ആ കളറിനനുസരിച്ചുള്ളൊരു പിഗ്മെൻറ്റ് മാത്രമേ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ GT മാർബിൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേ കളറാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്ലാക്കിൽ കുറഞ്ഞൊരു ഇതാണ് അതിൻ്റെ പിഗ്മെൻറ്റ്. ഒരു കുറഞ്ഞൊരു ശകലെടുത്തിട്ടാണ് നമ്മൾ ഇതിന് മിക്സ് ആക്കുന്നത്. കുറഞ്ഞൊന്ന് തോണ്ടി കൊടുത്താൽ മതി. അങ്ങനെ മിക്സ് ആക്കിയിട്ട് ഏകദേശം ഒരു GTൻ്റെ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ജോയിൻ ഫില്ലർ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആക്കിയപ്പോൾ നമുക്ക് വേണ്ട ഒരു മാർബിളിൻ്റെ കളറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഏത് മാർബിളിൻ്റെ ഏത് കളറിൽ നമുക്ക് പിഗ്മെൻറ്റ് വാങ്ങാൻ കിട്ടും. ഐവറി കളറിലും ഏത് ബ്രൗൺ കളറിലും എല്ലാ കളറിലും നമുക്ക് പിഗ്മെൻറ്റ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ഒന്നാമത് ജോയിൻറ്റ് ഫില്ലർ ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കോസ്റ്റിൽ കൂടട്ടെ, പക്ഷേ ജോയിൻറ്റ് നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. നമ്മൾ കൂടുതലും ജോയിൻറ്റിലേക്ക് ഉപയോഗിക്കാറുള്ളത് നമ്മൾ മാർബിളിൻ്റെ കളർ ഏതാണോ ആ കളറിനനുസരിച്ച് വൈറ്റ് സിമെൻറ്റ് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ അപ്പോക്സി മിക്സ് ആക്കിയിട്ടാണ് ജോയിൻറ്റ് ഫില്ലിങ് ചെയ്യാറ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ചിലവ് നമുക്ക് കുറഞ്ഞ് കിട്ടും, ഫിനിഷിങ്ങും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടണം എന്നുള്ളവർക്ക് മാത്രമാണ് നമുക്ക് ഈ മസ്റ്റിക വാങ്ങേണ്ടതുള്ളത്. കുറച്ച് ചിലവ് കൂടിയ സാധനമാണ്, മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ വാട്ടർ ലെവൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീട് താമസമാക്കിയിട്ട് കൊല്ലങ്ങളായിരിക്കണം കേട്ടോ. ഇപ്പോഴാണ് ഫ്ലോറിങ് ചെയ്യാനുള്ള ഒരു റെഡിയിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മൾ ക്ലയൻറ്റ് ഇപ്പോൾ ലീവിൽ വന്നാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്കൊന്ന് ഫ്ലോറിങ് ചെയ്യാമെന്ന് പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യണം കേട്ടോ. ഇന്ന് തന്നെ മാർബിൾ ഇറക്കി ഇന്ന് തന്നെ സ്റ്റാർട്ടിങ് സിമെൻറ്റ് അപ്പോൾ സിമെൻറ്റൊക്കെ എത്തി, എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.